ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, അവൻ ഇപ്പോൾ വന്നു, അവൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹി ഹാസ് കം നൗ, ഹി ഹാസ് കം നൗ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹി ജസ്റ്റ് കെയിം എന്ന് പറയാം. അവൻ ഹി ജസ്റ്റ് കെയിം അല്ലേ, അവിടെ ജസ്റ്റ് നൗ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഹി ജസ്റ്റ് കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നതേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അവൻ ഇപ്പോൾ പോകും എന്ന് പറയാറുണ്ടല്ലോ. അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവർ ആരായാലും അവൻ ഇപ്പോൾ പോകും എന്ന് പറയുമ്പം അത് ഫ്യൂച്ചറാണ് അല്ലേ. അപ്പോൾ ഹി വിൽ ഗോ നൗ, ഹി വിൽ ഗോ നൗ, അവൻ ഇപ്പോൾ പോകും. അവൻ എന്നോട് പറഞ്ഞില്ല, അവൻ എന്നോട് പറഞ്ഞില്ല, ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. എങ്ങനെ പറയാം? അപ്പോൾ നെക്സ്റ്റ്, അവൻ എന്നോട് പറഞ്ഞില്ല. എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞില്ല. ഹി ഡിഡ്ന്റ് ടെൽ മീ, ഹി ഡിഡ്ന്റ് ടെൽ മീ, അവൻ എന്നോട് പറഞ്ഞില്ല. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ അവളോട് പറഞ്ഞോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. നീ അവളോട് പറഞ്ഞോ, ഡിഡ് യു ടെൽ ഹർ, ഡിഡ് യു ടെൽ ഹർ, നീ അവളോട് പറഞ്ഞോ. ഞാൻ അവളോട് ചോദിച്ചു എന്നെങ്ങനെ പറയാ? ഞാൻ ചോദിച്ചു, പാസ്റ്റ് ആണല്ലേ. ഐ ആസ്ക്ഡ് ഹർ, ഐ ആസ്ക്ഡ് ഹർ, ഞാൻ അവളോട് ചോദിച്ചു. നെക്സ്റ്റ്, അവൾ എന്നെ കണ്ടു, അവൾ എന്നെ കണ്ടു, അവൾ കണ്ടു പാസ്റ്റ് ആണ്, അവളാണ് കണ്ടത്. അപ്പോൾ അവൾ എന്നെ കണ്ടു എന്നാണ്. ഷീ സോ മീ, ഷീ സോ, അവൾ കണ്ടു മീ, എന്നെ അല്ലേ. ഷീ സോ മീ, അവൾ എന്നെ കണ്ടു. നീ അവളെ വിളിച്ചോ, സിമ്പിൾ സെൻറ്റൻസ് ആണ്. നീ അവളെ വിളിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു കോൾ ഹർ അല്ലേ, ഡിഡ് യു കോൾ ഹർ, നീ അവളെ വിളിച്ചോ. ഞാൻ അവളെ വിളിച്ചില്ല എന്നെങ്ങനെ പറയാ? ഞാൻ വിളിച്ചില്ല. ഐ ഡിഡ്ന്റ് കോൾ ഹർ, ഐ ഡിഡ്ന്റ് കോൾ ഹർ, ഞാൻ അവളെ വിളിച്ചില്ല. നീ ഇന്നലെ പഠിച്ചില്ലേ, നീ ഇന്നലെ പഠിച്ചില്ലേ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ, ഇന്നലത്തെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നീ പഠിച്ചില്ലേ എന്നാണ്. അപ്പം ഡിഡ്ന്റ് യു സ്റ്റഡി യെസ്റ്റർഡേ, ഡിഡ്ന്റ് യു സ്റ്റഡി യെസ്റ്റർഡേ, നീ ഇന്നലെ പഠിച്ചില്ലേ. ഞാൻ ഇന്നലെ പഠിച്ചു എന്നിങ്ങനെ പറയാം? ഞാൻ പഠിച്ചു. ഐ സ്റ്റഡീഡ്, ഐ സ്റ്റഡീഡ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ പഠിച്ചു. ഇനി ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെയാ പറയുക? ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പം എക്സാമിന് വേണ്ടിയിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് അല്ലേ, ഇപ്പോൾ ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ ഐ ഹാവ് സ്റ്റഡീഡ് നൗ, ഐ ഹാവ് സ്റ്റഡീഡ് നൗ, ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അവൻ നാളെ രാവിലെ പോകും, അവൻ നാളെ രാവിലെ പോകും, അവനാണ് പോകുന്നത്. ഹി വിൽ ഗോ ടുമോറോ, ഹി വിൽ ഗോ ടുമോറോ മോർണിംഗ്, ഹി വിൽ ഗോ ടുമോറോ മോർണിംഗ്, അവൻ നാളെ രാവിലെ പോകും. ഇനി അവൻ ഇന്ന് വൈകുന്നേരം പുറപ്പെടും എന്നിങ്ങനെ പറയാം? അവൻ ഇന്ന് വൈകുന്നേരം പുറപ്പെടും അല്ലേ, വരാനിരിക്കുന്ന കാര്യം തന്നെയാണ്, ഇന്ന് വൈകുന്നേരം പുറപ്പെടും എന്നാണ്. സോ അവനാണ്. ഹി വിൽ ലീവ് ദിസ് ഈവനിങ്, ഹി വിൽ ലീവ് ദിസ് ഈവനിങ്. നെക്സ്റ്റ്, നമുക്ക് നമ്മുടെ കയ്യിലൊരു മിൽക്ക് ഉണ്ട്, ഒരു പാലിൻ്റെ പാക്കറ്റ്. അപ്പം നമ്മൾ പറയാണ്, ഈ പാല് കൊണ്ട് ചായ കാച്ചു എന്ന് നമ്മളൊരാളോട് പറയാണ്. ഈ പാല് കൊണ്ട് ചായ കാച്ചു. മേക്ക് ടീ വിത്ത് ദിസ് മിൽക്ക്, മേക്ക് ടീ, ചായ ഉണ്ടാക്കൂ, വിത്ത് ദിസ് മിൽക്ക്, ഈ മിൽക്ക് കൊണ്ട്, കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വിത്ത് യൂസ് ചെയ്തത്. അപ്പോൾ മേക്ക് ടീ വിത്ത് ദിസ് മിൽക്ക്, ഈ പാല് കൊണ്ട് ചായ ഉണ്ടാക്കൂ അല്ലേ. നെക്സ്റ്റ്, ഈ മിഠായി അവന് കൊടുക്കൂ അല്ലേ, ഈ മിഠായി അവന് കൊടുക്കൂ, ഈ മിഠായി അവന് കൊടുക്കൂ എന്ന് പറയാൻ വേണ്ടി കൊടുക്കുക ഗിവ് ആണല്ലേ. ഗിവ് ദ സ്വീറ്റ് ടു ഹിം എന്ന് പറയാം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഗിവ് ഹിം ദ സീറ്റ് എന്ന് പറയാം കേട്ടോ. രണ്ട് രീതിയിലും പറയാം. അതായത് ഗിവ് ദ സീറ്റ്, ഈ മിഠായി കൊടുക്കൂ, ടു ഹിം, അവന്, അവന്, അപ്പം ടു ഹിം അല്ലേ, അങ്ങനെ പറയാം. നെക്സ്റ്റ്, ഈ പാൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കൂ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കൂ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കൂ എന്ന് പറയാറുണ്ട്. കീപ് ദിസ് മിൽക്ക്
കീപ് ദിസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. കീപ് ദിസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഈ പാല് ഫ്രിഡ്ജിൽ എടുത്തു വെക്കൂ. നെക്സ്റ്റ്, നീ ചപ്പാത്തി മാവ് കുഴച്ചോ? നീ ചപ്പാത്തി മാവ് കുഴച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു നീഡ് ദ ചപ്പാത്തി ഡോ? അല്ലേ? ഡിഡ് യു നീഡ് ദ ചപ്പാത്തി ഡോ? നീ ചപ്പാത്തി മാവ് കുഴച്ചോ? ഇനി ചോദിക്കുകയാണെങ്കിൽ നീ ചപ്പാത്തി മാവിൽ ഉപ്പ് ചേർത്തോ? നീ ചപ്പാത്തി മാവിൽ ഉപ്പ് ചേർത്തോ എന്നിങ്ങനെ ചോദിക്കുക ക്വസ്റ്റ്യൻ ആണല്ലോ. ഡിഡ് യു ആഡ് സോൾട്ട് ടു ദ ചപ്പാത്തി ഡോ? ഡിഡ് യു ആഡ് സോൾട്ട് ടു ദ ചപ്പാത്തി ഡോ? നീ ചപ്പാത്തി മാവിൽ ഉപ്പ് ചേർത്തോ? നെക്സ്റ്റ്, നിനക്ക് തണുത്ത വെള്ളം കിട്ടിയോ? അല്ലെങ്കിൽ നിനക്ക് ചൂടുള്ള വെള്ളം കിട്ടിയോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നിനക്ക് തണുത്ത വെള്ളം കിട്ടിയോ? നിനക്ക് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ്? ഡിഡ് യു ഗെറ്റ്? നിനക്ക് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് കോൾഡ് വാട്ടർ? അല്ലേ? ഡിഡ് യു ഗെറ്റ് കോൾഡ് വാട്ടർ? നിനക്ക് തണുത്ത വെള്ളം കിട്ടിയോ? ഇനി നിനക്ക് ചൂടുള്ള വെള്ളം കിട്ടിയോ എന്നാണെങ്കിൽ ഡിഡ് യു ഗെറ്റ് ഹോട്ട് വാട്ടർ? ഡിഡ് യു ഗെറ്റ് ഹോട്ട് വാട്ടർ? നിനക്ക് ചൂടുവെള്ളം കിട്ടിയോ? ഇനി നമുക്ക് ചിലപ്പോൾ കറിയിലൊന്നും ഉപ്പ് ഉണ്ടാകില്ല. അപ്പം നമ്മൾ പറയാറുണ്ട് നിനക്ക് ഉപ്പ് കിട്ടിയോ? നമ്മൾ ഉപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉപ്പ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു ഗെറ്റ് സോൾട്ട്? ഡിഡ് യു ഗെറ്റ് സോൾട്ട്? നിനക്ക് സോൾട്ട് കിട്ടിയോ? ഇനി എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം കേട്ടോ. നിനക്ക് ഇനിയിപ്പം പാല് കിട്ടിയോ എന്നാണെങ്കിൽ ഡിഡ് യു ഗെറ്റ് മിൽക്ക്? അല്ലേ? വേറെ എന്താണ് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം? നീ ഇന്ന് നേരത്തെ എത്തിയോ എന്നെങ്ങനെ ചോദിക്കാം? നീ ഇന്ന് നേരത്തെ എത്തിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഡിഡ് യു കം ഏർലി ടുഡേ അല്ലെങ്കിൽ ഡിഡ് യു അറൈവ് ഏർലി ടുഡേ എന്ന് പറയാം കേട്ടോ. നീ ഇന്ന് നേരത്തെ എത്തിയോ? അവൾ ഇന്ന് നേരത്തെ എത്തി. പാസ്റ്റ് ആണ്. അവളാണ് സബ്ജക്റ്റ്. അപ്പോൾ അവൾ എത്തി. ഷീ അറൈവ്ഡ് ഏർലി ടുഡേ അല്ലെങ്കിൽ ഷീ കെയിം ഏർലി ടുഡേ. അവൾ ഇന്ന് നേരത്തെ എത്തി. ഞാൻ നാളെ വരാൻ വൈകും. നാളത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ നാളെ വരാൻ വൈകും. ഐ വിൽ കം ലേറ്റ് ടുമോറോ. ഐ വിൽ കം ലേറ്റ് ടുമോറോ. ഞാൻ നാളെ വൈകും. ഇനി നീ നാളെ വരാൻ വൈകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിൽ യു കം ലേറ്റ് ടുമോറോ? വിൽ യു കം ലേറ്റ് ടുമോറോ? നീ നാളെ വരാൻ വൈകുമോ? നെക്സ്റ്റ്, ഫ്രിഡ്ജിൽ പാല് ഇല്ല. ഫ്രിഡ്ജിൽ പാല് ഇല്ല. ദർ ഇസ് നോ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ദർ ഇസ് നോ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ പാലില്ല. അപ്പോൾ ഇത്രയും കുഞ്ഞു സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രിഡ്ജിൽ പാലുണ്ടോ എന്നിങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.